ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാക്കിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് കുറച്ച് ആൾക്കാർക്കെങ്കിലും തള്ളാണ് തോന്നിയിട്ടുണ്ടാകും. അത് മാറ്റാനുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. ഹായ് ഹലോ, ഡിസ്കോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമ്മളെ റൂമിൻ്റെ അടുത്ത് നിന്നൊരു 100-150 ഒരു 200 മാക്സിമം മീറ്റർ പോയാൽ ഒരു പാർക്കുണ്ട് ഇവിടെ അടുത്ത്. അത് കാണാനാണ്, അല്ലെങ്കിൽ കാണിച്ച് തരാനാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഷെക്കിലൊന്നും പഴയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ പഴയ ബിൽഡിങ്ങാണ്. നമ്മളെ വിഷൻ 2030 ഭാഗമായിട്ട് ഇതൊക്കെ പൊളിച്ചു പോകുമായിരിക്കും. നമ്മളെ നാട്ടിൽ കാണാൻ മുരിങ്ങ കണ്ടിട്ട് ഇവിടെ മുരിങ്ങൻ്റെ അല്ല. നമ്മൾ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ പള്ളിയാണ്, ജുമുഅ പള്ളിയാണ്. ഇപ്പം സമയം 1 മണിയാട്ടോ. നല്ല സൂര്യപ്രകാശമുണ്ട്. രാവിലെ ഭയങ്കര തണുപ്പാണ്. ഉച്ചയാകുമ്പോൾ കുറച്ചൊക്കെ ഒരു ചൂട് വരും. ഇതാണ് ഇവിടുത്തെ പള്ളി കേട്ടോ. പള്ളിയാണ് നേക്കാണ്. അവിടെ ലോങ്ങിൽ അതാണ് ഞാൻ പറഞ്ഞ പാർക്കിലായിട്ട് എത്തിയിട്ട് നമ്മള്. ആ കാണുന്ന നീല കടലാട്ടോ. ഭയങ്കര പ്യൂർ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നീല വെള്ളമാണ്. ഞാൻ കാണിച്ചു തരാം. പള്ളിൻ്റെ അടുത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊക്കെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് സ്ത്രീകളുടെ, അപ്പുറത്ത് പുരുഷന്മാരുടെ ഉണ്ട്. ക്യാമറയിൽ നമുക്ക് എത്രമാത്രം കാണാൻ കഴിയാറില്ല, പക്ഷെ വിഷ്വലി നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ ഭയങ്കര നേക്കാണ്. ഞാൻ എല്ലാ ഫ്രൈഡേ, എനിക്ക് ഫ്രൈഡേ ഓഫാണ്, അപ്പോൾ എല്ലാ ഫ്രൈഡേയും ഇവിടെ വന്ന് കുത്തിറക്കലാണ് നമ്മളെ പരിപാടി. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ട് ഇതിൽ എത്ര കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കാക്കാളുണ്ട്, ഇന്ത്യൻ കാക്കാസ്. ഈ പാർക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കാൻ കാരണം എന്താ, ഇവിടുത്തെ ബൽദിയൻ്റെ പണിക്കാരാണ് കേട്ടോ. ഇത് ഭയങ്കര 3-4 ഷിഫ്റ്റിലായിട്ട് ഒരുപാട് സ്റ്റാഫ് ഉണ്ട് ഇവിടെ ഇത് ക്ലീൻ ചെയ്യാൻ. ഭയങ്കര ഉത്തരവാദിത്തമുള്ള പണിക്കാരാണ്. ബോസേ, ഓയ് കാണാൻ കിട്ടുന്നില്ലല്ലോ, എന്താ പാട്? ഓ, നിങ്ങളെ കണ്ട എനിക്കറിയില്ലേ? ഒന്നില്ല. ഇപ്പം നേരത്തെ കണ്ട ബൽദീൻ്റെ സ്റ്റാഫ് എനിക്ക് അറിയുന്ന ആളാണ് കേട്ടോ. മൂപ്പര് തിരുവനന്തപുരം ജില്ലയിലുള്ള ആളാണ്, മലയാളിയാണ്.
അതാണ് ഞാൻ പറഞ്ഞ കടല് മക്കളെ. ക്യാമറയിൽ ഇപ്പോൾ ഇങ്ങനെ കാണുന്ന അറിയില്ല, പക്ഷെ നല്ല നീല വെള്ളമാണ് കേട്ടോ. നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഇവിടെ പുതിയ ഏതൊക്കെയോ പരിപാടി വരുന്നുണ്ട്. ഇവിടെ പുതുതായിട്ട് വീണ്ടും ടൂറിസം വളർന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. പാർക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ കാണുന്ന ഭാഗത്തുണ്ടല്ലോ, അവിടെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ US-ൻ്റെ ഒരു നേവി ഹബ്ബായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ കണ്ട വലിയ സ്റ്റാഫില്ല നമ്മളെ തിരുവനന്തപുരക്കാരൻ പറഞ്ഞത്. അപ്പോൾ അതിപ്പോൾ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. മൂപ്പര് 15-12 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം. ഇപ്പോൾ തിരുവനന്തപുരം നമ്മളെ സുരാജ് ചേട്ടൻ്റെ നാട്ടിലുള്ളതെന്ന് പറഞ്ഞു. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആ കാണുന്ന സൈഡിൽ ജോർദാനുണ്ട്, ഇങ്ങനെ പുറത്ത് ഈജിപ്ത് ഉണ്ട്, അതിൻ്റെ കുറച്ചും കൂടി അപ്പുറത്ത് പോയാൽ ഇസ്രായേൽ പലസ്തീനൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 60 കിലോമീറ്ററുള്ള ഇസ്രായേലിക്ക് ഞങ്ങൾക്ക് കാണിക്കണം. അപ്പോൾ എല്ലാവരും കൂടെ കൂടി 4 കൂടി ജംഗ്ഷനാണ് ഈ സംഭവം. വരും ലാസ്റ്റ് വന്ന് നിർത്തുന്ന സ്ഥലമാണ് ഈ പാർക്ക്. സൗദിയാളൊപ്പം പോകുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നടന്നാലും കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ മലപ്പുറം കോട്ടക്കുന്നിലൊക്കെ ഇങ്ങനെ നടക്കും. ഞാൻ ഒരുപാടൊന്നും കാണിക്കുന്നില്ല, വീഡിയോന്റെ ലെങ്ത് വെറുതെ കൂട്ടേണ്ടി വരും. ഈവനിങ് ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ആരും ഇല്ലാത്തത്. ഈവനിങ് ഒക്കെ ആയാൽ രാജ്യക്കാർ സൗദികൾ വന്നാണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ്. സൗദികളൊരു പ്രത്യേകത അങ്ങനത്തെ ഒരു വൈബാണ് പറയുന്നത്. ഒരു വീക്കിലി എന്തായാലും ഒരു ദിവസം ഫാമിലിക്ക് ക്വാളിറ്റി ഓഫ് ടൈം ഇങ്ങനൊരു കൾച്ചറിലാണ്. സീസൺ ഇങ്ങനെ കഴിഞ്ഞു. സീസൺ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ വേറെ ഒന്നുണ്ട്. പിന്നെ അവിടെ അങ്ങനെ ഫസ്റ്റ് ഞാൻ വന്ന സ്ഥലത്ത് ഒരുപാട് ആക്ടിവിറ്റീസുകളുള്ള സാധനങ്ങളുണ്ട്. ഈ പാർക്കിക്ക് വരുന്നവർ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള സ്ഥലമുണ്ട് ഇവിടെ. ആ കാറ് പാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ അങ്ങനെ കുറച്ച് ഒരുപാട് ഏരിയകളുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ. ഇതാണ് ഞാൻ പറഞ്ഞ കാർ പാർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെയുള്ള പാർക്കിക്ക് വരുന്നവർക്കുള്ള.
ഈ കാണുന്ന നമ്മളെ നാട്ടിലുള്ള ആര്യവേപ്പിൻ്റെ ഇലയാണോ എന്ന് സംശയമുണ്ട്. ആണ്. അത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഏരിയകളുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട്. ആ എൻ്റെ വരെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മളെ അടുത്ത വീഡിയോ ഒക്കെ ഇതിൽ തുടരെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം കഴിയണ പോലെ ഒന്ന് ഫോളോ ആക്കി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.